അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് PSC തരന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ സിലബസ് അനുസൃതമായിട്ട് മാത്രമായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്ന തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സിലബസ് എടുക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. അതിൽ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ എന്തിനാ ഈ ജേഴ്സിയൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യം കടൽ മാർഗ്ഗം എത്തിയ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. ഈ ജേഴ്സി നിങ്ങൾക്ക് അറിയാം. നമ്മുടെ പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ ആദ്യം അറിയാലോ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യം കളിച്ചിരുന്ന ക്ലബ്ബായിരുന്നു സ്പോർട്ടിംഗ് ക്ലബ് ലിസ്ബൺ, അഥവാ SCP. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് വാസ്കോഡ ഗാമ ആദ്യം കേരളത്തിലെത്തിയത് 1498 മെയ് 20. ഈ ഡേറ്റ് എല്ലാവർക്കും അറിയാം. നമുക്ക് മിക്കവർക്കും ആകപ്പാട് അറിയാവുന്ന ഒരു പോയിന്റ് അത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. അതായത് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിൽ വരാൻ മാർഗം ഉണ്ടായിരുന്നു. പക്ഷെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അതായത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് ഇസ്താംബൂൾ. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം എല്ലാവരും. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബൂൾ. ആ ഇസ്താംബൂള് തുർക്കികൾ പിടിച്ചടക്കി. അപ്പൊ ഇവർക്കാർക്കും കരമാർഗം വരാൻ വേണ്ടി ഒരു മാർഗം ഇല്ലാതെ അങ്ങനെ കടൽ മാർഗം ഒരു മാർഗം കണ്ടെത്താനായി അവിടുന്ന് ആദ്യം പുറപ്പെട്ട ഒരു നാവികനുണ്ട്, ബെർത്തലോമിയോ ഡയസ്. ഈ പേരെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചോണം, ബെർത്തലോമിയോ ഡയസ്. ഈ ബെർത്തലോമിയോ ഡയസ് 1487 നമ്മുടെ പോർച്ചുഗലിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട്, അതായത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാപാരം ചെയ്യാൻ വേണ്ടി ഒരു പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. പക്ഷെ അദ്ദേഹം 1488 തിരികെ പോവുകയാണ് ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന് ആഫ്രിക്കയില് പ്രതീക്ഷയുടെ മുനം പോലെ എത്തിച്ചേരാനേ സാധിച്ചുള്ളൂ. അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അവിടെ ഈ അധികമായ കൊടുങ്കാറ്റും സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് ഇന്ത്യയിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹം നേരെ തിരിച്ച് ബ്രസീലിലേക്കാണ് അദ്ദേഹത്തിന്റെ കപ്പൽ ദിശമാറി സഞ്ചരിച്ച് എത്തപ്പെട്ടത്. അങ്ങനെ അവർക്ക് ആ മാർഗം ഉപേക്ഷിക്കേണ്ടി വന്നു. ജോൺ രണ്ടാമൻ രാജാവാണ് ബെർത്തലോമിയോ ഡയസിനെ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി അയച്ചത്. അങ്ങനെ അവരുടെ ആദ്യത്തെ ഈ ശ്രമം വിഫലമായി. എങ്കിലും ആ പ്രതീക്ഷയുടെ മുൻപ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് എത്താമെന്നൊരു വിശ്വാസം അവരുടെ നാവികർക്കും പോർച്ചുഗീസ് രാജാവിനും ഉണ്ടായിരുന്നു. അങ്ങനെ 1497 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു. വാസ്കോഡ ഗാമ സഞ്ചരിച്ച് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സഞ്ചരിച്ച്, പക്ഷെ പുള്ളി ആദ്യം എത്തപ്പെട്ടത് ഇന്ത്യയിലല്ല. അതായത് ഇപ്പോഴത്തെ കെനിയയിലെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ആയ മാലിന്തി എന്ന ഐലൻഡിലായിരുന്നു. മാലിന്തി എന്ന ഐലൻഡിൽ എത്തപ്പെട്ടു. അപ്പൊ ഇവിടെ എത്തിയപ്പം വാസ്കോഡ ഗാമക്ക് മനസ്സിലായി എന്തായാലും ഇവിടെ മൊത്തം ദാരിദ്ര്യവും പട്ടിണിയൊക്കെ നിറഞ്ഞ ആൾക്കാരാ. പക്ഷെ ഇന്ത്യയെ കുറിച്ച് പുള്ളി കേട്ടിരിക്കുന്ന വെച്ച് അവിടെ മൊത്തം നിറച്ച് തെങ്ങുകളും, അതായത് ഇന്ത്യ ലോകത്തന്ന് നല്ല സമ്പന്ന രാജ്യമാണ്. നമ്മൾ യൂറോപ്യൻ ശക്തികളൊക്കെ എല്ലാം വന്ന് കട്ടുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു സാധനം ഇല്ലാത്തത്. അപ്പം ഇന്ത്യ ശക്തമായ രാജ്യം. അപ്പം അതല്ലെന്ന് മനസ്സിലായി. അപ്പൊ വീണ്ടും സഞ്ചരിച്ച് അങ്ങനെ വാസ്കോഡ ഗാമ 1498 മെയ് 20 നമ്മുടെ കേരളത്തിൽ എത്തിച്ചേർന്നു. പുള്ളിക്കാരന് വന്നപ്പോൾ അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന അറബികളായിരുന്നു. അറബികൾ അന്നത്തെ സമയത്ത് അറിയപ്പെടുന്ന മൂർ എന്നാണ്. ഇവരാണ് നമ്മുടെ കേരളത്തിലെ കച്ചവടം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ മൊത്തം അറബികളായിരുന്നു. അതായത് കേരളത്തിലെ കച്ചവടം നടത്തിയിരുന്നത് അറബികളായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് വാസ്കോഡ ഗാമ ഇവിടെ എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ വന്ന കപ്പല് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ വന്ന കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. ഇത് ഓർത്തിരുന്നോണം. പിന്നെ വാസ്കോഡ ഗാമയുടെ കൂടെ തന്നെ വന്ന ഒരു നാവികനുണ്ട്. വാസ്കോഡ ഗാമയുടെ കൂടെ തന്നെ വന്നിറങ്ങിയ ഒരു പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോ. പേരൊന്നും കേട്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് പതിയെ പഠിക്കുകയല്ല. അൽവാരോ വെൽഹോ. അന്ന് ഒരു 3 കപ്പലാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരു സെന്റ് റഫായേല്, സെന്റ് ബെറിയോ. അതില് സെന്റ് ഗബ്രിയേലിന്റെ നാവികനായിരുന്നു വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമേനെ കേരളത്തിലേക്ക് അയച്ച രാജാവാണ് മാനുവൽ ഒന്നാമൻ. നിങ്ങൾക്ക് ഇത് 3 കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. സെന്റ് ഗബ്രിയേല്, മാനുവല്, ഗാമ. മാഗി എന്ന് ഓർത്താൽ മതി. മാഗി 1. കടയിൽ ചെന്ന് നിങ്ങൾ മാഗി 1 എന്ന് പറയുന്നു. അതായത് മാനുവൽ ഒന്നാമൻ, ഗാമ, ഗബ്രിയേൽ. അതായത് ഗാമ വന്ന കപ്പൽ ഗബ്രിയേൽ, അവരെ അയച്ചത് മാനുവൽ ഒന്നാമൻ രാജാവ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്തത്. അതിനുശേഷം ഈ വാസ്കോഡ ഗാമയുടെ ഒരു PSC ചിലപ്പം ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതായത് വാസ്കോഡ ഗാമയുടെ യാത്രയെ ഒരു പുതിയ ചരിത്രം തുടക്കം കുറിച്ച് വിശേഷിപ്പിച്ച ഒരു ചരിത്രകാരനുണ്ട്. അത് സർദാർ KM പണിക്കറാണ്. വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വാസ്കോഡ ഗാമയുടെ യാത്രകളെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. അപ്പം അടുത്ത പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ എല്ലാവരും ഈ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് എന്ന് ഇറങ്ങിയതാണ്. കോഴിക്കോട് കാപ്പാട് എന്ന് പറഞ്ഞാൽ കടപ്പുറത്തിന്റെ ഒരു പേരുണ്ട്.
അത് ചിലപ്പോൾ PSC ചോദിക്കാം, ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ മിക്കപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ കടപ്പുറത്തിന്റെ പേരാണ് പന്തലായനി കടപ്പുറം. പന്തലായനി കടപ്പുറം. അതായത് വാസ്കോഡ ഗാമ വന്ന് കോഴിക്കോട് കാപ്പാട് ഇറങ്ങി കാപ്പാടുള്ള കടപ്പുറത്തിന്റെ പേരാണ് പന്തലായനി കടപ്പുറം. ആ പന്തലായനി കടപ്പുറം സ്ഥിതി ചെയ്യുന്ന അതായത് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ചേമഞ്ചേരി. ഇത് രണ്ടുമൂന്ന് ഓർത്തിരിക്കുന്ന നന്നായിരിക്കും. അപ്പം വന്നിറങ്ങിയ വാസ്കോഡ ഗാമ ആദ്യം വന്നിറങ്ങിയത് പഠിച്ചത്. അപ്പം ഈ കച്ചവടം ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടി അപ്പം എല്ലാ ആതിഥ്യ മര്യാദകളും കൂടി വാസ്കോഡ ഗാമേനെ സാമൂതിരി സ്വീകരിച്ചു. അപ്പം വാസ്കോഡ ഗാമ ചോദിച്ചു, അങ്ങക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞു. സാമൂതിരി പോയി കച്ചവടം ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഈ നാട്ടുരാജ്യത്തിന് ഒരു കപ്പമുണ്ട്, ആ കപ്പം കൊടുത്താൽ നികുതി കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി നേരെ കണ്ണൂരിലോട്ട് പോയി. കണ്ണൂരോട്ട് പോയി. കണ്ണൂര് കോലോത്തിരി. അവിടെ കോലോത്തിരി വാസ്കോഡ ഗാമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. കണ്ണൂർ എന്ന് പറയുന്നത് കോലത്ത് നാടാണ് കേട്ടോ. ഇപ്പോഴത്തെ കണ്ണൂർ അന്നത്തെ കോലത്ത് നാട്. അവിടെ ഭരിച്ചിരുന്ന കോലോത്തിരിമാരാണ്. അപ്പൊ കോലോത്തിരി കച്ചവടത്തിനുള്ള സഹായങ്ങളെല്ലാം വാസ്കോഡ ഗാമക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ അവിടുന്ന് 1498 നവംബറിൽ വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ തിരിച്ചെത്തി. അതായത് ആ വാസ്കോഡ ഗാമക്ക് ആ ചെലവിനുണ്ടായ, അതായത് ഈ കോലോത്തിരി ഇവിടുന്ന് കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം കൊണ്ട് കൊടുത്തുവിട്ട. അങ്ങനെ അതുമായിട്ട് തന്നെയാണ് വാസ്കോഡ ഗാമ ലിസ്ബണിൽ ചെന്ന് ഇറങ്ങുന്നത്. ആ ലിസ്ബണിൽ ചെന്ന് ഇറങ്ങിയ വാസ്കോഡ ഗാമയ്ക്ക് അതായത് 60 ഇരട്ടി ലാഭം, തന്റെ യാത്രക്ക് ചെലവായതിന്റെ 60 ഇരട്ടി ലാഭമാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ സുഗന്ധദ്രവ്യങ്ങൾ അവിടെ വിറ്റ് അവിടുത്തെ മാർക്കറ്റിൽ വിട്ട് അയാൾക്കുണ്ടായ രണ്ടാമതും കേരളത്തിലേക്ക് വന്നു. അത് 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ. അന്ന് അഞ്ച് ദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ച് ദ്വീപ് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമയുടെ കപ്പലിറങ്ങിയത്. അതിനുശേഷം 1524 മൂന്നാം തവണയും വാസ്കോഡ ഗാമ കേരളത്തിലെത്തി. അത് വന്നത് വൈസ്രോയ് ആയിട്ടായിരുന്നു. പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ടാണ് വാസ്കോഡ ഗാമ 1524 കേരളത്തിൽ വന്നത്. അങ്ങനെ 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. 1469 വാസ്കോഡ ഗാമ ജനിച്ചത്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. അത് നമ്മുടെ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ പള്ളിയിലാണ് പുള്ളിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്, കൊച്ചിയിലുള്ള. ഇത് ഗോതിക് സ്റ്റൈലിൽ പണിയെടുപ്പിച്ച പള്ളിയായിരുന്നു. ഗോതിക് സ്റ്റൈൽ, സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ, കൊച്ചി. പിന്നെ 1539 വാസ്കോഡ ഗാമയുടെ ശരീരം അവിടുന്ന് പോർച്ചുഗലിലെ ജെറണോമിസ് കത്തീഡ്രൽ, അവിടെ എത്തി സംസ്കരിച്ചു. 1524 നമ്മുടെ കേരളത്തിൽ അടക്കം ചെയ്തെങ്കിലും അവിടുന്ന് ശരീരം കൊണ്ടുപോയി 1539 അവർ പോർച്ചുഗൽ ജെറണോമിസ് കത്തീഡ്രലിൽ വീണ്ടും സംസ്കരിച്ചു. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ടൈം ലൈൻ പോലെ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. അതായത് വർഷങ്ങളിൽ കൂടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാർ ഓർമ്മ കിട്ടും. അപ്പം 1487 ബർത്തലോമ്യോ ഡയസ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കാൻ, ഞാൻ ജസ്റ്റ് ബർത്തലോമ്യോ എന്ന് എഴുതുന്നുള്ളൂ. ബർത്തലോമ്യോ ഡയസ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി യാത്ര തിരിച്ച് 1487 തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അവിടെ ഭയങ്കര തിരകൾ, അവിടുത്തെ കാലാവസ്ഥ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നു അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ അവിടെ വരെ എത്തി. അതുകൊണ്ട് അതിന് പ്രതീക്ഷയുടെ മുനമ്പെന്ന് പേര് നൽകിയത്. ജോൺ രണ്ടാമൻ രാജാവാണ് അതിന് പ്രതീക്ഷയുടെ മുനമ്പെന്ന് പേര് നൽകിയത്. അങ്ങനെ വീണ്ടും 1497 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം 3 കപ്പലുകളിലായി. അതായത് സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. അതിൽ സെന്റ് ഗബ്രിയേലിന്റെ കപ്പിത്താനായിരുന്നു വാസ്കോഡ ഗാമ. 1497 അവര് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി യാത്ര തിരിച്ച് മാലിന്തിയിലെത്തി. മാലിന്തി, കെനിയയുടെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് തീരം, മാലിന്തിയിൽ എത്തിച്ചേർന്നു. ആ മാലിന്തിയിൽ നിന്ന് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് പന്തലായനി കടപ്പുറത്ത്, അതായത് ചേമഞ്ചേരി പഞ്ചായത്തിൽ വാസ്കോഡ ഗാമ എത്തിച്ചേർന്നു. 1498 മെയ് 20 അന്ന് വാസ്കോഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികനായിരുന്നു അൽവാരസ് വെൽഹോ. അതിനുശേഷം 1498 നവംബറില് കണ്ണൂരിൽ നിന്ന് വാസ്കോഡ ഗാമ തിരിച്ച് ലിസ്ബണിലേക്ക് പുറപ്പെട്ടു. 1499 ലിസ്ബണിലെത്തി.
അതിനുശേഷം 1502 ഗാമയുടെ രണ്ടാം വരവ്, സിനിമാ പേരൊക്കെ പോലെ ഉണ്ട്. ഗാമയുടെ രണ്ടാം വരവ് 1502 അതില് 5 ദ്വീപിലാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. 5 ദ്വീപിലാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. അതിനുശേഷം 1524 ഗാമയുടെ മൂന്നാം വരവ്, ആ വരവിന് പിന്നെ അദ്ദേഹം തിരിച്ചു പോകേണ്ടി വന്നില്ല. 1524 ഡിസംബർ 24 നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ബോഡി നമ്മുടെ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ കൊച്ചിയിൽ അടക്കം ചെയ്തു, സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വെച്ച് അടക്കം ചെയ്തു. പക്ഷെ 1539 വീണ്ടും അദ്ദേഹത്തിന്റെ ബോഡി ഇവിടുന്ന് എടുത്ത് പോർച്ചുഗലിലെ ജെറണോമിസ് കത്തീഡ്രൽ കൊണ്ട് അടക്കം ചെയ്തു. ജെറണോമിസ്. പിന്നെ വാസ്കോഡ ഗാമയുടെ ഈ സമുദ്ര പര്യവേഷണ യാത്രയെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച സർദാർ കെ മണിക്കർ, ആ പോയിന്റ് മറക്കല്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി പുതിയൊരു ക്ലാസ്സോടെ കാണുന്നവരെ ഗുഡ് ബൈ.